ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനൽ. അപ്പോൾ ഇന്ന് എന്താണ് മോക്ക് ടെസ്റ്റ് തന്നെയാണ്. SBI ക്ലർക്ക് പ്രിലിംസ് മിനി മോക്ക് ടെസ്റ്റ് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഒരു മിനി മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് എന്താണ് ഒരു പ്രിലിമിനറി മിനി മോക്ക് ടെസ്റ്റ് ആണ്. അതിനകത്ത് റീസണിങ്ങിൽ സിലോജിസം വരുന്നുണ്ട്, അതേപോലെ ഇൻഇക്വാലിറ്റീസ്. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിൽ ഇന്നലത്തെ പോലെ തന്നെ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഗ്രാമറ്റിക്കൽ എറേഴ്സ്. പിന്നെ QAയിൽ സിംപ്ലിഫിക്കേഷനും അതേപോലെ നമ്പർ സീരീസും ആണ്. ഓക്കെ, നമ്പർ സീരീസും ആണ്. അപ്പോൾ ഈ 3 സെക്ഷൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ക്രാക്ക് വിത്ത് ജാക്ക് ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്, PDF കോഴ്സസ്. പക്ഷേ വീഡിയോ കോഴ്സ് തമിഴിലാണ്. ഓക്കെ, അപ്പോൾ അത് വേണ്ടവർക്ക് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ബാക്കി എല്ലാ PDF കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ഒരു 10% ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് കൂപ്പൺ കോഡ് DEEPZ ദീപ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ്. ഇതിലെന്താണ് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക. ഓക്കെ, അപ്പോൾ എറർ ഇല്ലെങ്കിൽ നോ എറർ എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻ ഈസ്, ഹി ഹാവ് സ്റ്റാർട്ടഡ് മേക്കിംഗ് എ നോട്ട് ഓഫ് ഹിസ് അപ്പോയിൻറ്റ്മെൻറ്റ്സ് ആസ് ഹി ടെൻസ് ടു ഫോർഗെറ്റ് ദം. അപ്പോൾ ഇതിൽ എറർ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിലുണ്ടോ, നിങ്ങൾ ഓരോ പാർട്ടായിട്ടാണ് നോക്കുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, എറർ സ്പോട്ടിങ്ങിൽ ആദ്യം ജസ്റ്റ് റഫായിട്ടൊന്ന് വായിക്കുക, എന്താണ് അതിൻ്റെ മീനിങ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. സോ ഹി ഹാവ് സ്റ്റാർട്ടഡ് മേക്കിംഗ് എ നോട്ട് ഓഫ് ഹിസ് അപ്പോയിൻറ്റ്മെൻറ്റ്സ് ആസ് ഹി ടെൻസ് ടു ഫോർഗെറ്റ് ദം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പാർട്ടായിട്ട് വായിക്കുക. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, അങ്ങനെ വായിക്കുക. ഓക്കെ, സോ ഹി ഹാവ് സ്റ്റാർട്ടഡ്. അപ്പോൾ എവിടെയാണ് എറർ? ഫസ്റ്റ് തന്നെ എന്താണ് എററാണ്, ഹി ഹാവ് അല്ലേ. നമ്മൾക്കറിയാം ഹി എപ്പോഴും എന്താണ്, ഹി എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആണ്. അപ്പോൾ അതെന്താ വരിക, ഹാസ് ആണ് വരിക അല്ലേ, സിംഗുലർ വേർബാണ് വരിക. നമ്മൾക്കിപ്പോൾ ദേ ആണെങ്കിൽ, ദേ എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറൽ നൗൺ ആണ്. ദേ ആണെങ്കിൽ ഇറ്റ് ഫോളോസ് ദേ ഹാവ് അല്ലേ. സോ ദേ ഹാവ് എന്നാണ് പറയുക, പക്ഷേ ഹി ഹാസ് ആണ്. സോ ഹി ഹാസ് സ്റ്റാർട്ടഡ് മേക്കിംഗ് എ നോട്ട് ഓഫ് ഹിസ് അപ്പോയിൻറ്റ്മെൻറ്റ്സ് ആസ് ഹി ടെൻസ് ടു ഫോർഗെറ്റ് ദം. സോ ഇൻ വിച്ച് പാർട്ട് ആണ് നമ്മൾ എറർ ഉള്ളത്? ഫസ്റ്റ് പാർട്ടിലാണ് എറർ ഉള്ളത്. ഓക്കെ, ദിസ് ഈസ് വെരി ഈസി. Okay, second question. The police said they are flexible to the timing and location of the meeting, whatever is convenient for the chief minister. അപ്പോൾ എന്താ പോലീസ് പറഞ്ഞത്? പോലീസ് സെഡ് എന്താണ്, ചീഫ് മിനിസ്റ്ററിൻ്റെ കൺവീനിയൻറ്റിനനുസരിച്ചിട്ട് ടൈമിങ്ങും ലൊക്കേഷനൊക്കെ ചീഫ് മിനിസ്റ്റർ CMൻ്റെ കൺവീനിയൻറ്റിനനുസരിച്ചിട്ട് എന്താണ്, അവർ ഫ്ലെക്സിബിൾ ആണ്, അവരതിനനുസരിച്ചിട്ട് വരും എന്നാണ്. ആ ഒരു ലൊക്കേഷൻ ചീഫ് മിനിസ്റ്ററിൻ്റെ കൺവീനിയൻ അനുസരിച്ചുള്ള സമയത്തിനും അവരുടെ ആ ഒരു ലൊക്കേഷൻ അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, അവർ വരും എന്നാണ്. ദേ ആർ ഫ്ലെക്സിബിൾ അല്ലേ, ആ ഒരു ടൈമിനനുസരിച്ചിട്ട്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ പറയുന്ന ആ ഒരു ടൈമിനനുസരിച്ച് ദേ ആർ ഫ്ലെക്സിബിൾ, അതാണ് ഉദ്ദേശിച്ചത്, അതാണ് പോലീസ് പറഞ്ഞത് അല്ലേ. സോ അപ്പോൾ ഇതിൽ ഏത് പാർട്ടിലാണ് എറർ ഉള്ളത്? ദ പോലീസ് സെഡ് ദേ ആർ ഫ്ലെക്സിബിൾ, അതിലെന്തില്ല, എറർ ഇല്ല. ദ പോലീസ് സെഡ് ദേ ആർ ഫ്ലെക്സിബിൾ ടു ദ ടൈമിംഗ് ആൻഡ് ലൊക്കേഷൻ. ഓക്കെ, ടു ദ ടൈമിംഗ് ആൻഡ് ലൊക്കേഷൻ. സോ എറർ ലൈസ് ഹിയർ. എന്താണ്, ഫ്ലെക്സിബിൾ എന്ന വേർഡ് എപ്പോഴും ഫോളോ ചെയ്യുക. ഫ്ലെക്സിബിൾ ടു എന്ന് എന്ത് ചെയ്യില്ല, ഒരിക്കലും യൂസ് ചെയ്യില്ല. ഫ്ലെക്സിബിൾ ഓൾവേസ് ഫോളോ വിത്ത് ആണ്. ഓക്കെ, ഫ്ലെക്സിബിൾ വിത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിൾ എന്നുള്ള വേർഡ് എന്താണ്, എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്താണ്, വിത്ത് ആണ്. ഫ്ലെക്സിബിൾ വിത്ത്. ദ പോലീസ് സെഡ് ദേ ആർ ഫ്ലെക്സിബിൾ വിത്ത് ദ ടൈമിംഗ് എന്നാണ് എന്ത്, കറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ് യൂസേജ് അങ്ങനെയാണ്, ഫ്ലെക്സിബിൾ വിത്ത് എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ നോട്ടിൽ ജസ്റ്റ് ഒരു സ്റ്റാർ ഇട്ടിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും ഈ ഒരു വേർഡ് ഇങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഫ്ലെക്സിബിൾ ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും, ഇറ്റ് ഫോളോസ് ഫ്ലെക്സിബിൾ വിത്ത് എന്നാണ് പറയുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബ്രാക്കറ്റിൽ കൊടുക്കുക. ടു എന്ന് പറയുന്നത് ഫോളോ ചെയ്യില്ല. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ഈ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു നോട്ടിൽ, സൈറ്റ് നോട്ടിൽ ഇങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിന് ഓർമ്മ വരില്ല. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, ഫ്ലെക്സിബിൾ വിത്താണ്, ടു ഫോളോ ചെയ്യില്ല, അങ്ങനെ.
ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ എവിടെയാണ് എറർ ഉള്ളത്? സെക്കൻഡ് പാർട്ടിലാണ്. സെക്കൻഡ് പാർട്ടിൽ ഇവിടെയാണ് എറർ. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ ബി ഈസ് ദി ആൻസർ. The next question, the newly government reiterated its commitment to the development of the poor. ഓക്കെ, റേറ്റഡ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വൊക്കാബുലറി സെഷനിൽ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അല്ലേ? നമ്മൾ വീണ്ടും വീണ്ടും ഒരു കാര്യത്തെ പറയുന്നതിനാണ് റേറ്റഡ് എന്ന് പറയാം. സോ ദ ന്യൂലി ഗവൺമെൻറ് റേറ്റഡ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ്, അല്ലേ? ഗവൺമെൻറ് ആണ്, അതുകൊണ്ടാണ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് വന്നത്. അപ്പോൾ അതിലും എന്തില്ല? എറർ ഇല്ല. ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പുവർ, ദ പുവർ, അതിലും എന്തില്ല? എറർ ഇല്ല. പിന്നെ എവിടെയാണ് എറർ ഉള്ളത്? ദ ന്യൂലി ഗവൺമെൻറ്. ന്യൂ എന്ന് പറയുന്നത് എന്താണ്? ന്യൂലി, ന്യൂ ആൻഡ് ന്യൂലി. ന്യൂലി എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണോ അഡ്വേർബ് ആണോ? ന്യൂ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ന്യൂ ഇസ് അഡ്ജക്റ്റീവ്. ഓക്കെ, ന്യൂലി എന്ന് പറയുന്നത് പക്ഷേ അഡ്വേർബ് ആണ്. അഡ്വേർബ് ആണ്. എന്താണ് അഡ്ജക്റ്റീവ്? ഓൾറെഡി അറിയാലോ. ഇറ്റ് അഡ്ജക്റ്റീവ് മീൻസ് ടു മോഡിഫൈ എ നൗൺ. ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാനാണ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്, അല്ലേ? ടു മോഡിഫൈ എ നൗൺ. സോ ന്യൂ എന്ന് പറയുന്നത് ടു മോഡിഫൈ എ നൗൺ ആണ്. അഡ്ജക്റ്റീവ് മീൻസ് ടു മോഡിഫൈ എ നൗൺ, ബട്ട് അഡ്വേർബ് മീൻസ് ടു മോഡിഫൈ എ വേർബ് ഓർ അഡ്ജക്റ്റീവ്. ഓക്കെ, സോ വേർബിനെയോ അഡ്ജക്റ്റീവിനെയോ മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്വേർബ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ദ ന്യൂലി ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ നൗൺ, അല്ലേ? ഗവൺമെൻറ് എന്ന് പറയുന്നത് നൗൺ ആണ്. സോ ദ ന്യൂ ഗവൺമെൻറ് എന്നാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് യൂസേജ് എന്താണ്? ദ ന്യൂ ഗവൺമെൻറ്. ഓക്കെ, കാരണം ന്യൂലി എന്ന് പറയുന്നത് എന്താണ്? അഡ്വേർബ് ആണ്. അതൊരു വേർബിനെ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? അഡ്വേർബ് യൂസ് ചെയ്യുക. സോ ന്യൂലി എന്ന് പറയുന്നത് അഡ്വേർബ് ആണ്, പക്ഷെ ന്യൂ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ന്യൂലിക്ക് പകരം എന്താ യൂസ് ചെയ്യേണ്ടത്? ദ ന്യൂ ഗവൺമെൻറ്. ദ ന്യൂ ഗവൺമെൻറ് റേറ്റഡ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പുവർ ആണ്. ഓക്കെ, സോ ഇപ്പം നമ്മൾക്ക് പറയാൻ വേണമെങ്കിൽ ദ ന്യൂലി ഫോംഡ് ഗവൺമെൻറ് എന്ന് പറയുകയാണെങ്കിൽ അത് കറക്റ്റാണ്. കാരണം എന്താണ്? ദ ന്യൂലി കഴിഞ്ഞിട്ട് ഫോംഡ് ഉണ്ട്, അപ്പോൾ അതിനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ന്യൂലി ഫോംഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് യൂസേജ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ന്യൂലി ജോയിൻഡ് പീപ്പിൾ, അല്ലെങ്കിൽ ദ ന്യൂലി എലക്റ്റഡ് പ്രസിഡൻറ്റ്, അല്ലേ? അങ്ങനെയാണെങ്കിലും എന്താണ്? പ്രസിഡൻറ്റിന് മുമ്പിൽ എന്തുണ്ട്? എലക്റ്റഡ് എന്ന് പറയുന്നൊരു വേർബ് ഉണ്ട്. സോ അതെന്താണ്? അത് കറക്റ്റാണ്. പക്ഷേ ദ ന്യൂലി ഗവൺമെൻറ് എന്ന് പറയുന്നത് റോങ് യൂസേജ് ആണ്, ബിക്കോസ് ഗവൺമെൻറ് ഇസ് എ നൗൺ. സോ ദ ന്യൂ ഗവൺമെൻറ്. ഇനിയിപ്പോൾ ഈ ഗ്രാമർ റൂൾസ് ഒന്നും അറിയില്ലെങ്കിൽ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരിക്കലും ദ ന്യൂലി ഗവൺമെൻറ് എന്ന് നമ്മൾ ഒരുവിധം ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് വായിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ദ ന്യൂ ഗവൺമെൻറ് റേറ്റഡ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. ന്യൂലി ഗവൺമെൻറ് എന്നൊന്നും പറയില്ല, അല്ലേ? സോ ദ എറർ ലൈസ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ്. Okay, first part 1. Okay, so next question. She always puts off to go to the doctor. She always, അവിടെ എറർ ഇല്ല. puts off എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രേസൽ verb ആണ് puts off. ഓക്കെ, സോ ഫ്രേസൽ വേർബ് കഴിഞ്ഞാൽ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ജീറൻഡ് ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും. ഓക്കെ, ജീറൻഡ്. ജീറൻഡ് ഫോം എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് ദി വേർബ് ആണ്. ഓക്കെ, സോ പുട്സ് ഓഫ് ടു ഗോ ടു സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? റോങ് ആണ്. അപ്പോൾ എന്താ അതിന് പകരം വരേണ്ടത്? ഷീ ഓൾവേസ് പുട്സ് ഓഫ് ഗോയിങ് ദ ഡോക്ടർ. ഗോയിങ്. ഓക്കെ, ഗോ പ്ലസ് ING ജീറൻഡ് ഫോം ഓഫ് ദി വേർബ് ആണ്. എപ്പോഴും നമ്മളൊരു ഫ്രേസൽ വേർബ് പുട്സ് ഓഫ് അതുപോലെയുള്ള ഏത് ഫ്രേസൽ വേർബ്സ് വന്നിട്ടുണ്ടെങ്കിലും അത് ഫോളോ ചെയ്യുന്നത് ജീറൻഡ് ഫോം ഓഫ് ദി വേർബ് ആണ്. ഓക്കെ, സോ പുട്സ് ഓഫ് ഗോയിങ് ദ ഡോക്ടർ ആണ്, അല്ലാതെ ടു ഗോ ടു പുട്സ് ഓഫ് ടു അങ്ങനെയല്ല വരിക. ഫ്രേസൽ വേർബ് കഴിഞ്ഞിട്ട് ടു അങ്ങനെയല്ല വരിക. എന്താണ്? ജീറൻഡ് ഫോം ഓഫ് ദി വേർബ് ആണ്. സോ പുട്സ് ഓഫ് ഗോയിങ് ദ ഡോക്ടർ ആണ് കറക്റ്റ് ആൻസർ. സോ ദ ഓപ്ഷൻ നമ്പർ 2 ഇവിടെയാണ് എറർ ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When he returned from America, he informed me that he had come here to do an urgent work. When he returned from America, he informed me that he had come here
ടു ഡു ആൻ urgent വർക്ക്. ഏതിലാണ് എറർ? എറർ ലൈസ് ഇൻ ദ ഫോർത്ത് പാർട്ട്. എന്താ ഇവിടെ എറർ? ടു ഡു ആൻ urgent വർക്ക്. ഇവിടുത്തെ എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, സോ വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഒരിക്കലും അൺകൗണ്ടബിൾ നൗണിൻ്റെ മുന്നിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ അല്ലെങ്കിൽ ആൻ എന്ത് ചെയ്യില്ല? യൂസ് ചെയ്യില്ല. എ ഓർ ആൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? യൂസ് ചെയ്യില്ല. കാരണം അത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, അത് എ വർക്ക്, ആൻ വർക്ക്, ആൻ urgent വർക്ക് അല്ലെങ്കിൽ എ urgent വർക്ക് എന്ന് നമ്മൾ എന്ത് ചെയ്യില്ല? യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ പാർട്ടിൽ എറർ വന്നത്. ഓക്കെ, ടു ഡു ആൻ urgent വർക്ക് എന്ന് പറയില്ല. ബിക്കോസ് എന്താ അതിൻ്റെ റീസൺ? വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇപ്പം നമ്മൾ പറയുകയാണ് ഐ ഹാവ് സം urgent വർക്ക്. ഐ ഹാവ് സം urgent വർക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കറക്റ്റ് യൂസേജ് ആണ്. ഓക്കെ, സോ ഐ ഹാവ് സം urgent വർക്ക് മീൻസ് ദാറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, പക്ഷെ ഒരിക്കലും ടു ഡു ആൻ urgent വർക്ക് അല്ലെങ്കിൽ ടു ഡു എ urgent വർക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. ബിക്കോസ് ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിലെ എ അല്ലെങ്കിൽ ആൻ, ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ എന്തിനു മുന്നാണ് എപ്പോഴും ഇടാറ്? ഒന്നെങ്കിൽ സിംഗുലറിന് മുന്നാണ്. അതായത് പ്ലൂരലിൻ്റെ മുന്നേ ഒരിക്കലും എന്ത് ചെയ്യില്ല? എയും ആനും ഇടില്ല. അതേപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, അൺകൗണ്ടബിൾ നൗണിൻ്റെ മുന്നിൽ എന്ത് ചെയ്യില്ല? എയും ആനും, അതായത് ഈ രണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ത് ചെയ്യില്ല? യൂസ് ചെയ്യില്ല. ഓക്കെ, ഇനി ആർട്ടിക്കിൾസിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വേണം, ഒരു സെപ്പറേറ്റ് ക്ലാസ് വേണം എന്നുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ആർട്ടിക്കിൾസിൻ്റെ ബേസിക് ക്ലാസ്സുകൾ എന്തൊക്കെയാണ്, ആർട്ടിക്കിൾസ്, അതിൻ്റെ റൂൾസ് എന്താണ്, അങ്ങനത്തെ ഒരു ആർട്ടിക്കിൾസിൻ്റെ ക്ലാസ് വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ അൺകൗണ്ടബിൾ നൗണിൻ്റെ മുന്നിൽ ആര് വരില്ല? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ ആൻ ഒരിക്കലും വരില്ല. സോ ദ എറർ ലൈസ് ഇൻ ദ ഫോർത്ത് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. ഓക്കെ, സോ നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് മാത്സ് QA. ഓക്കെ, QAയിൽ ഫസ്റ്റ് വൺ നമ്പർ സീരീസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ മാർക്കില്ലേ, ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ ഏത് നമ്പറാണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. 26, 63, 124, 215, question mark and 511. സോ ഈ നമ്പർ നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എന്താണ്? 26 ആണ്, പിന്നെ എന്താണ്? 63 ആണ്, പിന്നെ 124 ആണ് അല്ലേ? 124 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? 125 മൈനസ് 1 ആണ് അല്ലേ? പിന്നെ 63 എന്ന് പറഞ്ഞാൽ 64 മൈനസ് 1 ആണ്. 26 എന്ന് പറഞ്ഞാൽ 27 മൈനസ് 1 ആണ്. 215 എന്ന് പറഞ്ഞാൽ 216 മൈനസ് 1 ആണ്. അപ്പം നമ്മൾക്ക് ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ 26, 63, 124, 215, 511. 511 എന്ന് പറഞ്ഞാൽ 512 മൈനസ് 1. അപ്പോൾ ഇത് ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? 27 എന്ന് പറയുന്നത് എന്താണ്? 3 ക്യൂബാണ്. ഓക്കെ, 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് മൈനസ് 1. 27 മീൻസ് 3 ക്യൂബ് ആണ്. സോ മൈനസ് 1. 64 എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് മൈനസ് 1. 64 എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് ആണ്. സോ 64 മൈനസ് 1 മീൻസ് 4 ക്യൂബ് മൈനസ് 1. ആൻഡ് 125 ഇസ് 5 ക്യൂബ് മൈനസ് 1. 216 ഇസ് 6 ക്യൂബ് മൈനസ് 1. സോ 3, 4, 5, 6. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 512 എന്ന് പറഞ്ഞാൽ 8 ക്യൂബ് മൈനസ് 1 ആണ്. ഓക്കെ, 512 മീൻസ് 8 ക്യൂബ് മൈനസ് 1. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ക്യൂബ്, സ്ക്വയേഴ്സ് എല്ലാം പഠിച്ചു വെക്കണം, എന്നാലും നമുക്കിത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ നമ്മൾ 6 ക്യൂബ് മൈനസ് 1 കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും? 7 ക്യൂബ് മൈനസ് 1. 7 ക്യൂബ് മൈനസ് 1. 7 ക്യൂബ് ഇസ് 343. ആൻഡ് 343 മൈനസ് 1 ഇസ് 342 ഈസ് ദി ആൻസർ. 342, ഓപ്ഷൻ നമ്പർ ഇ. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് വൺ, സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, 38% of 420 plus 62% of 320 is equal to 40% of 350 plus question mark. Okay, so 38% of 420 means 38 by 100 into 420 ആണ്. അപ്പോൾ 38% എന്ന് പറഞ്ഞാൽ എന്താണ്? 0.38 ആണ് അല്ലേ? 0.38 into 420 plus 62% means 0.62 ആണ് into
320 ഇസ് ഈക്വൽ ടു 40% എന്ന് പറഞ്ഞാൽ എത്രയാണ് 4/10 ആണ് 4/10 ഇൻറ്റു 350 ഓക്കെ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്കാണ് ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കിലുള്ള വാല്യൂ ആണ് കാണേണ്ടത് ഓക്കെ സോ 0.38 ഇൻറ്റു 420 പെട്ടെന്ന് എന്ത് ചെയ്യാം നമുക്ക് 38 ഇൻറ്റു 42 അല്ലേ 38 ഇൻറ്റു 42 പെട്ടെന്ന് 16 then 32 and 6 8 into 4 is 32 and 32 plus 6 38 so 39 then 12 159 1596 കിട്ടും that is 159.6 കാരണം എന്താണ് ഇവിടെ 0.38 ഇല്ലേ ഇവിടെ എത്രയാണ് 159.6 159.6 കിട്ടി പ്ലസ് ഇനി അടുത്ത എത്രയാണ് 62 32 ആണ് അപ്പോൾ എത്ര വരും 12ഉം 6ഉം 18 19 198.4 198.4 കിട്ടി ഓക്കെ ഇനി നെക്സ്റ്റ് വൺ is equal to ഇവിടെ എന്ത് ചെയ്യാം 40% മീൻസ് 4/10 ആണ് ഇവിടെ രണ്ടും ക്യാൻസലായി പിന്നെ എത്ര വരും 5 into 4 20 then 12 140 പ്ലസ് എക്സ് മീൻസ് ഇത് ക്വസ്റ്റ്യൻ മാർക്കാണ് ഓക്കെ ഇനി എന്ത് ചെയ്യുക ജസ്റ്റ് അഡീഷൻ ആണ് ഓക്കെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം 159.6 പ്ലസ് 198.4 ആണ് സോ ആഡ് ചെയ്യുമ്പം 10 then 8ഉം 9ഉം 358 is equal to 148 plus x എന്ന് വരും ഇനി എന്ത് ചെയ്താൽ മതി 358 minus 140 ചെയ്യും അപ്പോൾ എത്ര വരും 218 is the answer ഓക്കെ 218 is the answer അപ്പോൾ സ്റ്റെപ്സ് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 38% എന്ന് പറഞ്ഞാൽ 0.38 ആണ് 0.38 ഇൻറ്റു 420 അപ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് 38 ഇൻറ്റു 420 ഇട്ടിട്ട് പിന്നെ പോയിന്റ് വാല്യൂ ഇട്ട് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ 62%ഉം പിന്നെ 40% എന്ന് പറഞ്ഞാൽ 4/10 ആണ് 4/10 ഇൻറ്റു 350 അത് ക്യാൻസൽ ചെയ്യുക എന്നിട്ട് 35 ഇൻറ്റു 4 എത്രയാണ് 140 കിട്ടും എന്നിട്ട് എന്ത് ചെയ്യുക 159.6ഉം 198.4ഉം കൂടി പ്ലസ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 358 കിട്ടും എന്നിട്ട് എന്ത് ചെയ്യുക അപ്പുറത്ത് എക്സ് അവിടെ തന്നെ വെച്ചിട്ട് അതായത് ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ തന്നെ വെച്ചിട്ട് 140നെ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ മൈനസ് ആവും -140 സോ 358 minus 140 എത്ര വരെ 218 is the answer ഓക്കെ നെക്സ്റ്റ് വൺ അഗെയിൻ നമ്പർ സീരീസ് ആണ് 5 8 13 20 പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് then 40 okay then 40 okay 5ഉം 8ഉം എത്രയാണ് പ്ലസ് 3 ആണ് ഇവിടെ എത്രയാണ് 8 പ്ലസ് 5 ആണ് then 13 പ്ലസ് 7 ആണ് അല്ലേ 13 പ്ലസ് 7 ആണ് 20 അപ്പോൾ ഇവിടെ എത്ര വരും എന്നാണ് നമുക്ക് അറിയേണ്ടത് അതായത് ഇവിടെ എന്താണ് ഇപ്പോൾ ഓഡ് നമ്പർ ആണ് അല്ലേ 3 5 7 അപ്പോൾ അടുത്ത ഏതാ വരിക 9 ആണ് അപ്പോൾ ഇവിടെ എത്ര വരും 11 അല്ലേ 3 5 7 9 ഒന്നെങ്കിൽ എന്താവാം പ്രൈം നമ്പേഴ്സ് ആവാം 9 അല്ല 3 5 7 വരെ നമുക്ക് കാണുമ്പം നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ അത് പ്രൈം നമ്പേഴ്സ് ആണോ എന്ന് കൺഫ്യൂഷൻ വരാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 7 കഴിഞ്ഞിട്ട് 11 അങ്ങനെ ഇട്ട് നോക്കുമ്പം 40 കിട്ടുന്നുണ്ടോ നോക്കുക അപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക അത് ഓഡ് നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സിൻ്റെ ഒരു സീരീസ് ആണ് മനസ്സിലായി അപ്പോൾ 3 5 7 കഴിഞ്ഞാൽ ഓഡ് നമ്പർ അടുത്ത ഓഡ് നമ്പർ എന്താണ് 9 ആണ് 9 കഴിഞ്ഞാൽ പിന്നെ 11 ആണ് അപ്പോൾ 20 പ്ലസ് 9 എന്ന് പറയുന്നത് 29 ആണ് and 29 plus 11 is 40 okay so 29 is the right answer ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള
നമ്പർ സീരീസ് ആണ്. അപ്പോൾ നമ്മൾ എക്സാംസിന് ഒരു 4-5 നമ്പർ സീരീസ് വരികയാണെങ്കിൽ അതിൽ 2 എന്തായിരിക്കും ഭയങ്കര ഈസി ആയിരിക്കും, ബാക്കിയായിരിക്കും കുറച്ച് ഭയങ്കര ടഫ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ടഫായിട്ടുള്ളത് ബാക്കി ഒരു 3 ആയിരിക്കും. അതായത് 1-2 എന്തായിരിക്കും ഭയങ്കര ഈസി ലെവലായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ 24% ഓഫ് 125. 24% ഓഫ് 125, അതായത് 24/100 ഇൻറ്റു 125 ആണ്. സോ 125/100 നമുക്ക് എന്ത് ചെയ്യാം, 5/4 എന്ന് പറയാം അല്ലേ. സോ പ്ലസ് 48% ഓഫ് 150, ദാറ്റ് ഇസ് 3/2. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, 2 ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഇസ് 24 ആണ്. പിന്നെ ഇവിടെ 4 വീണ്ടും ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഇസ് 6 ആണ്. സോ 6 into 5 is 30 plus 24 into that is 72. Is it? So what is the answer? 112. 112. Option number D is the answer. ഇതൊന്നുമില്ല, ബേസിക് കാൽക്കുലേഷൻ ആണ്. നമ്മൾക്ക് 125/100 എന്ന് പറഞ്ഞാൽ 5/4. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം, കുറച്ചും കൂടി സ്ലോ ആയിട്ട്. അല്ലാത്തവർ എന്ത് ചെയ്യാം, വീഡിയോ സ്പീഡാക്കിയിട്ട് കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 24% ഓഫ് 125. അപ്പം ഞാൻ പറഞ്ഞു 125/100 എന്നൊക്കെ കാണുമ്പോൾ തന്നെ എന്താണ്, 5/4 ആണെന്നുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അത് പെട്ടെന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതെത്ര 5-ൽ പോവില്ലേ, 5-ൽ എത്ര 20 into 5 100 ആണ്. ഇതെത്രയാണ് 25 into 5 100, 125 ആണ് അല്ലേ. ഇനി ഇത് 5-ൽ വീണ്ടും പോവുകയാണെങ്കിൽ 5 into 5 25 ആണ്, 5 into 4 20 ആണ്. അങ്ങനെയാണ് 125/100 5/4 ആയത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വൺ 48% ഓഫ്, അപ്പം മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ വാല്യൂസൊക്കെ പിന്നെ കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. സോ 25/4 ഇൻറ്റു ഇവിടെ 5/4 എന്ന് കിട്ടി. പിന്നെ 48% ഓഫ് 150 ആണ്. അപ്പോൾ ഈ 0 ക്യാൻസലായി. വീണ്ടും എന്താണ്, 2 into 5 10 ആണ്. അതേപോലെ 3 into 5 എന്താണ് 15 ആണ്. ഇനി 2ഉം 48ഉം ക്യാൻസലാവും, 24, 4ഉം 6 24 അല്ല. അപ്പോൾ 6 into 5 എത്രയാണ് 30, പിന്നെ 24 into 3 72. അപ്പോൾ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ 112 കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. 1/3 പ്ലസ് ഓഫ് 4 2/7 ഓഫ് 3 1/3 ഓഫ് 81. ഇത് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം 2 1/3 എന്ന് പറഞ്ഞാൽ 7/3 ആണ്. ദെൻ 30/7 ആണ്. ദെൻ 10/3 ഓഫ് 81. സോ 3 3 9 9 9s are 81. Then 7 7 cancel. Then 9 into 3 27. That is 2700 is the answer. 2700. ഇനി ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ 2 1/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം, 2 1/3 2 into 3 എത്രയാണ് 6 ആണ്. ആൻഡ് 6 + 1 എത്രയാണ് 7. സോ 7/3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. പിന്നെ അതേപോലെ 4 2/7 എന്ന് പറഞ്ഞാൽ 7 into 4 എത്രയാണ്, 7 into 4 28. ആൻഡ് 28 + 2 30 ആണ്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണിത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ 30/7 ആണ്. ഇൻറ്റു 3 into 3 3 1/3 3 into 3 is 9 and 9 + 1 is 10. 10/3 ഇൻറ്റു 81. ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻറ്റു ആണ്. ഇനി നമ്മൾക്ക് 3ഉം 3ഉം എത്രയാണ്, ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ 3 into 3 9 ആണ്. അപ്പോൾ 9 9s are 81. അതായത് 3 into ഈ രണ്ട് 3ഉം 9 ആവും. അപ്പോൾ 9 9s are 81. പിന്നെ ഇവിടെ ഒരു 7 ഉണ്ട്. 7ഉം 7ഉം എന്ത് ചെയ്യും, ക്യാൻസൽ ആവും. അപ്പം ബാക്കിയുള്ളത് 30 into 10 into 30 into 10 into 9. ഓക്കെ, ദാറ്റ് ഇസ് 9 into 3 27. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് റീസണിങ് സെഷൻ ആണ്.
സോ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓൺലി എ ഫ്യൂ പോഡ്. അപ്പോൾ നിങ്ങൾ ചെയ്തവർ എന്ത് ചെയ്യാം, പെട്ടെന്ന് സ്പീഡിൽ ചെയ്തു പോവുക, വീഡിയോ സ്പീഡാക്കിയിട്ട്. ഓക്കെ, സോ ഓൺലി എ ഫ്യൂ പോഡ് ഇസ് ഡ്രൈവ്. Only a few pod is drive. That is, some pod is drive and some pod is not drive. അതാണ് അതിൻ്റെ only a fewൻ്റെ മീനിങ്. Okay, and some drive is bond. Some drive is bond and all bond is flag. All bond is flag. Okay, so first conclusion is all drive is flag. All drive is flag. ആണോ? അല്ല, ഇത് ഡെഫിനറ്റ് ആയിട്ടാണ് പറയുന്നത്, പോസിബിലിറ്റി അല്ല. ഓൾ ഡ്രൈവ് ഇസ് ഫ്ലാഗ് അല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സം ഡ്രൈവ് ഇസ് ഫ്ലാഗ് ആണ്. സോ ഓൾ ഡ്രൈവ് ഇസ് ഫ്ലാഗ് ഇസ് റോങ്. സോ സെക്കൻഡ് വൺ, സം പോഡ് ആർ നോട്ട് ഡ്രൈവ്. സം പോഡ് ആർ നോട്ട് ഡ്രൈവ്, യെസ്, കറക്റ്റ് ആൻസർ. കാരണം എന്താണ്, ഇത് ഓൺലി എ ഫ്യൂ കേസിൽ സം പോഡ് ആർ ഡ്രൈവും ആണ്, അതേപോലെ തന്നെ സം പോഡ് ആർ നോട്ട് ഡ്രൈവും ആണ്, അല്ലേ? സം പോഡ് ആർ നോട്ട് ഡ്രൈവും ആണ്. സോ ഓൺലി 2 follows is the right answer. So next one, no part is cart and all cart are board. No board is gun. No board is gun. So first one, some board is not part. Some board എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, some board. Some board is not part. കറക്റ്റ് ആണ്. ഈ പിക്ചറിൽ തന്നെ എന്താണ്, some board is not part. Some board is not part is right. ഓക്കെ, നെക്സ്റ്റ് വൺ, നോ ഗൺ ഇസ് പാർട്ട്. ഗൺ ഇതാണ്, പാർട്ട് ഇതാണ്. അവർ തമ്മിൽ നോ റിലേഷൻ ആണെന്നാണ് പറയുന്നത്. ആണോ? അല്ല, ഇവർ തമ്മിൽ എന്ത് റിലേഷനാണ്? അൺനോൺ റിലേഷനാണ്. ഓക്കെ, അൺനോൺ റിലേഷനാണ്, അതല്ല, അല്ലാതെ നോ റിലേഷൻ അല്ല. സോ നോ ഗൺ ഇസ് പാർട്ട് എന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷൻസ് ഉണ്ടാവാം. ഓക്കെ, പോസിബിലിറ്റി ഉണ്ട്. സോ നോ ഗൺ ഇസ് പാർട്ട് എന്ന് ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. സോ ഓൺലി 1 follows is the right answer. Okay, next one, inequality. ഓക്കെ, ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ. സോ ആർ ഇവിടെയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു വരെ ഉണ്ട്. പിന്നെ യു എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ആണ്. ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു, പിന്നെ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ആണ്. സോ ഡെഫിനറ്റ്ലി ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഫോളോസ്. നെക്സ്റ്റ് വൺ, ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ആണ് ആൻഡ് യു ഗ്രേറ്റർ ദാൻ എം ആണ്, അല്ലാതെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം അല്ല. സോ ഓൺലി 1 follows. F less than or equal to u. F less than or equal to u. F less than j ആണ് and j less than u ആണ്. അത് less than or equal to പറയുന്നില്ല. നെക്സ്റ്റ് വൺ, u greater than t. u greater than j ആണ് and j greater than or equal to t. അല്ലേ, അതായത് u greater than j ആണ് and j greater than or equal to t. അപ്പോൾ ഗ്രേറ്ററും greater than or equal to വന്നാൽ u greater than t എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ u greater than t, that is it follows. That is only conclusion 2 follows. So next one, a is equal to n. ഇതിൽ എയും എന്നും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് കിട്ടിയത്, a greater than or equal to j is equal to n ആണ്. ജെയും എന്നും ഈക്വൽ ആണ്. സോ a greater than or equal to n ആണ്. സോ a equal to n എന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതേപോലെ a greater than n എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതെന്താണ്, സെയിം വേരിയബിൾസ് ആണ്. a n n എന്താണ്, രണ്ടും ഫോൾസ് ആണ്. പക്ഷേ ഇതിൻ്റെ റിലേഷൻ്റെ രണ്ട് പോസിബിലിറ്റീസും ഇതിനകത്തുണ്ട് അല്ലേ. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ്റെ രണ്ട് പോസിബിൾ റിലേഷൻസ് എന്താണ്, എ ഈക്വൽ ടു എന്നും അതേപോലെ എ ഗ്രേറ്റർ ദാൻ എന്നും ആണ്. സോ വാട്ട് ഇസ് ദ ആൻസർ, ഐദർ 1 or 2 follows. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ്, റീസണിങ്ങിൻ്റെ എല്ലാ ബേസിക് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഓൾറെഡി അപ്ലോഡഡ് ആണ് റീസണിങ്ങിൻ്റെ എല്ലാ ബേസിക് വീഡിയോസും. അപ്പോൾ അതെന്ത് ചെയ്യുക, അതെടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇൻഇക്വാലിറ്റീസിൻ്റെ എന്തെങ്കിലും ട്രിക്സ്, അല്ലെങ്കിൽ സിലോജിസത്തിൻ്റെ ഓൺലി എ ഫ്യൂ കേസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓൺലി എ ഫ്യൂ കേസ്, അല്ലെങ്കിൽ സിലോജിസത്തിൻ്റെ ബേസിക് അറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനലിൽ തന്നെ ഉണ്ട്.
അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, കൂപ്പൺ കോഡൊക്കെ യൂസ് ചെയ്യുക, ആരും മറക്കണ്ട. പിന്നെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നാളെ ഇതേപോലെ മിനി മോക്ക് ടെസ്റ്റ് തേർഡ് മിനി മോക്ക് ടെസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ദിസ് ഇസ് ദീപ്തി സൈനിങ് ഓഫ് ഫ്രം ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനൽ.